വോട്ട് ചോരി ആരോപണത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസിന്റെ ഫ്രീഡം നൈറ്റ് മാർച്ച് പുരോഗമിക്കുകയാണ്. മ്യൂസിയം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് ചരിത്രമുറങ്ങുന്ന രാജവീതിയിലൂടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്മൃതി പഥങ്ങളിലൂടെ രക്തസാക്ഷി മണ്ഡലത്തിലേക്കുള്ള ഫ്രീഡം നൈറ്റ് മാർച്ച് ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ കോൺഗ്രസിന്റെ മഹിളാ കോൺഗ്രസിന്റെ സേവാദളിന്റെ KSUവിന്റെ ദളിത് കോൺഗ്രസിന്റെ കർഷക കോൺഗ്രസിന്റെ സമരത്തിന്റെ സ്മൃതി പഥങ്ങളിലൂടെ ചന്തു ചന്ദ്രശേഖറാണ് വിവരങ്ങളുമായി ചേരുന്നത്. ചന്തു, എങ്ങനെയാണ് ഇപ്പോൾ മാർച്ച് പുരോഗമിക്കുന്നത്? ആരാണ് നയിക്കുന്നത്? എത്രയധികം ആളുകളാണ് പങ്കെടുക്കുന്നത്? ഈ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഉന്നയിച്ച വോട്ട് ചോരി ആരോപണവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. അതിന്റെ തിരുവനന്തപുരത്തെ പ്രതിഷേധ പരിപാടികളാണ് നമ്മൾ കാണുന്നത്. അതിൽ KC വേണുഗോപാൽ, ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് തിരുവനന്തപുരത്തെ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയാണ് ഈ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. വലിയ തരത്തിലുള്ള ജനങ്ങളുടെ പങ്കാളിത്തം ഈ പ്രതിഷേധ പരിപാടിയിൽ ഉടനീളം ഉണ്ട് എന്നതാണ് വസ്തുത. കാരണം സംസ്ഥാനത്തെ എല്ലാ ജില്ലാ നേതൃത്വങ്ങളും DCCയുടെ ഒക്കെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലാണ് തിരുവനന്തപുരത്തും പ്രതിഷേധ പരിപാടിക്ക് കോൺഗ്രസ് നേതൃത്വം നൽകുന്നത്. മ്യൂസിയം ജംഗ്ഷൻ മുതൽ പാളയം രക്തസാക്ഷി മണ്ഡപം വരെയായിരുന്നു ഈ പ്രതിഷേധ പരിപാടിയുമായി ബന്ധപ്പെട്ട ഒരു മാർച്ച് സംഘടിപ്പിക്കുകയും അതിന്റെ പൊതുസമ്മേളനം KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. എന്തായാലും അദ്ദേഹം പ്രധാനമായും പറയുന്നത് ഈ പല സ്ഥലങ്ങളിലും സർവേകളിൽ വരെ കോൺഗ്രസ് ജയിക്കുമെന്ന് പറഞ്ഞ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഈ വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ടൊക്കെ കോൺഗ്രസ് പിന്നോക്കം പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതിൽ കൃത്യമായ ഒരു നടപടി ഉണ്ടാകണം. കോൺഗ്രസ് എന്തായാലും ഈ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഈ ഒരു വാർത്ത പുറത്ത് വിട്ടതുകൊണ്ട് മാത്രം ഇത് അവസാനിപ്പിക്കുന്നില്ല. പ്രധാനമന്ത്രി വരെ വോട്ട് ചോരി ആരോപണത്തിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസിന്റെ ഫ്രീഡം നൈറ്റ് മാർച്ച് പുരോഗമിക്കുന്നത്.